ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് മത്തങ്ങ എരിശ്ശേരി. വൻപയറും മത്തങ്ങയൊക്കെ ഇട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ചെറിയൊരു മത്തങ്ങ തൊലിയെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 250 ഗ്രാം ഉണ്ട്. അരക്കപ്പ് വൻപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിരായിട്ടിരുന്നു. അത് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മത്തങ്ങ വൻപയർ നല്ലതായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് അരിപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 4 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മത്തങ്ങ വൻപയറൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം. വൻപയറൊക്കെ മൊത്തം ഉടഞ്ഞു വരേണ്ട ആവശ്യമില്ല. മത്തങ്ങയൊക്കെ നല്ല രീതിയിൽ ഉടച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരിവായി വന്നാൽ മതി. ഈ സമയത്ത് തീ ഓണാക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അരച്ച് വെച്ച് അരപ്പ് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടായിരുന്നു, ആവശ്യത്തിന് പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. സൈഡിൽ കൂടെയൊക്കെ നല്ലതായിട്ട് തിള വരുന്ന ആ ഒരു പരുവം. ആ പരുവാകുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കറിക്ക് നമുക്ക് കടുക് വറുത്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് കളർ മാറി വരേണ്ട ആവശ്യമില്ല, തീയിൻ്റെ ഒരു കളറായി വരേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് അത് കറിയിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് ഇതങ്ങ് അടച്ച് വെക്കുക. ഈ ഒരു കറിയും പപ്പടവും ഉണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. പിന്നെ കറി തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി വരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫാമിലിയോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.